വൈറ്റ് കോളർ ജിഹാദ്, അവിടെ ഡോക്ടർമാരായിട്ട് എഞ്ചിനീയർമാരായിട്ടൊക്കെയുള്ള ആളുകൾ പകൽ ഡോക്ടറായിട്ടിരിക്കുന്നു, വൈകിട്ട് ജിഹാദികളായിട്ട് മാറുന്നൊരവസ്ഥ. റോട്ടിൽ ഇറങ്ങിയാൽ സങ്കടമാണ് സഹോദരങ്ങളെ. മുഴുവൻ പെൺകുട്ടികളും പാൻറ്റും കുപ്പായും, മുഴുവൻ പെൺകുട്ടികളും, മുസ്ലിങ്ങളായ മുഴുവൻ പെൺകുട്ടികളും. നമുക്ക് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വിദ്വേഷം പ്രചരിപ്പിക്കണം എന്നുള്ളൊരു പോസ്റ്റാണ് ഞാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ പോലീസിനെ ടാഗ് ചെയ്തിട്ടല്ല ഞാൻ ഇടുക. ഇതുപോലും മനസ്സിലാക്കാനുള്ളൊരു സാധ്യത ഇല്ല. അത് ഈ മദ്രസയിൽ വരുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് തന്നെയാണത്. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. സ്ത്രീ ഹിജാബ് ധരിക്കണമെന്നത്, അവരുടെ മുഖമക്കന മാറിലൂടെ തൂങ്ങി വരണമെന്നത്, അവരുടെ കഴുത്ത് കാണാൻ പാടില്ല, അവരുടെ ശരീരത്തിന്റെ ആകാര വടിവ് പ്രദർശിപ്പിക്കാൻ പാടില്ല. ആ മക്കനെന്ത് ചെയ്യണം? അത് തൂങ്ങി ഇങ്ങനെ കിടക്കണമെന്നാണ്. നമ്മളിപ്പോൾ ഭീകരവാദം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എപ്പോഴും ബോംബ് പൊട്ടുന്നതും കത്തിക്കുത്തും മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല ഭീകരവാദത്തിലേക്ക് എത്തിക്കാൻ പാകത്തിന് ആളുകളെ പരുവപ്പെടുത്തുന്നതും ഭീകരവാദ പ്രവർത്തനത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണ്. നമസ്കാരം. എക്സ് ആൻഡ് വൈ എന്ന സ്ഥാപനം ആരിഫ് ഹുസൈനെതിരെ ഒരു പരാതി നൽകിയിരിക്കുകയാണ്. വിദ്വേഷ പ്രചരണം നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. പോലീസിന് പരാതി കൊടുത്തെങ്കിലും പോലീസ് കേസെടുത്തില്ല. പിന്നീട് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുകയാണ് കേസെടുക്കാൻ. ആരിഫ് ഹുസൈൻ നമ്മുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കേസ്? ഈ കേസ് എന്ന് പറയുന്നത് നമ്മളുടെ റെഡ് ഫോർട്ട് അറ്റാക്ക് നടന്ന ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്നൊരു വിഷയം ഇവിടെ ഏറെ ചർച്ച ചെയ്തിരുന്ന് ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളിട്ടൊരു പോസ്റ്റാണ് ഇപ്പോൾ ഇവർ കേസിന് കാര്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ സംഭവിച്ചതെന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഒരു എൻട്രൻസ് കോച്ചിങ് ഒക്കെ നടത്തുന്നൊരു സ്ഥാപനമാണ്. അപ്പോൾ അതിൽ അവരുടെ ഒരു പരസ്യം നമ്മൾ കാണുകയാണ്. ഒരു ഡോക്ടർ അവിടെ വന്ന് പ്രസംഗിക്കുന്നു, അവരുടെ ഇതൊരു ഗസ്റ്റായിട്ട്. പിന്നെ നമ്മളുടെ അബ്ദുള്ള ബാസലിനെ പോലെയൊക്കെയുള്ള ആളുകൾ ഇതിൻ്റെ വിസ്ഡം ജിഹാദി ഗ്രൂപ്പിൻ്റെ ആളുകളാണ്. അപ്പോൾ അതേപോലെയുള്ള ആളുകൾ ഈ സൂംബ ഡാൻസിനെ വിമർശിക്കുന്നതും ഹിജാബിനെ അനുകൂലിക്കുന്നതും ഈ മറകെട്ടി ക്ലാസ് എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വളരെ താലിബാനിസം എന്ന് തന്നെ വിളിക്കുന്ന സാധനങ്ങൾ ചെയ്യുന്ന ആളുകൾ നടത്തുന്ന ഒരു, അല്ലെങ്കിൽ അതേപോലെയുള്ള ആളുകൾ ഭാഗമായിട്ടുള്ള ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്റർ, അതാണ് ഈ എക്സ് ആൻഡ് വൈ എന്നും. അപ്പോൾ ഇത് സത്യത്തിൽ ഈ റെഡ് ഫോർട്ട് അറ്റാക്കിന് ശേഷം നമ്മൾ ചർച്ച ചെയ്ത ഈ അൽഫലാഹ് യൂണിവേഴ്സിറ്റി, അതായത് വൈറ്റ് കോളർ ജിഹാദ്, അവിടെ ഡോക്ടർമാരായിട്ട് എഞ്ചിനീയർമാരായിട്ടൊക്കെയുള്ള ആളുകൾ പകൽ ഡോക്ടറായിട്ടിരിക്കുന്നു, വൈകിട്ട് ജിഹാദികളായിട്ട് മാറുന്നൊരവസ്ഥ, ആ ഒരു രീതി. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലും അരങ്ങേറുന്നുണ്ടോയെന്നൊരു സംശയം. അപ്പോൾ ഈ സ്ഥാപനവും അതിന് സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലും അത് അന്വേഷിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ്. സത്യത്തിൽ ആ ഒരു ഡിസംബറിലാണ് നമ്മൾ ഇടുന്നത്, 2025. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ ഈ ഗസ്റ്റായിട്ട് വന്ന ഇതിൻ്റെ ഗസ്റ്റായിട്ടുള്ള സ്പീക്കർ സംസാരിക്കുന്ന വേറൊരു വീഡിയോയും കൂടി ഞാൻ അതിൻ്റെ ഒപ്പം വിട്ടിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതായത് വളരെ റിഗ്രസീവായിട്ടുള്ള സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന, ഇസ്ലാമിലെ നിയമമാണ് പറയുന്നത്, പക്ഷേ നമ്മളത് ആധുനിക ഒരു മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് വളരെ സ്ത്രീ വിരുദ്ധമാണ്. അവരുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് തരുന്ന ആ ഒരു ഓട്ടോണോമി ഉണ്ട് സ്ത്രീകൾക്കുള്ള, അതിനെ പച്ചയ്ക്ക് ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്ന ഒരു സംസാരം, ഇതാണ് ആ ഒരു ഇതിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള റാഡിക്കലായിട്ടുള്ള സംഗതികൾ മതവേദികളിൽ പോവുക, ഓക്കെ, എന്നിട്ട് അവിടെ സംസാരിക്കുക. ഇതേ ആളുകൾ ഇപ്പുറത്ത് വന്നുകൊണ്ട് കണക്കും മറ്റേ കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കുന്ന ഒരവസ്ഥ. എന്ന് വെച്ചാൽ ഇപ്പോൾ സാധാരണ പറയും പ്രവീൺ തുവകാടിയെ വന്നിട്ട് കണക്ക് മാഷായ എങ്ങനെ ഇരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. അല്ലെങ്കിൽ ഇപ്പോൾ ശശികല ടീച്ചർ വന്നിട്ട് വേറെ എന്തെങ്കിലും ഒരു മലയാളം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് പറഞ്ഞ മാതിരി ഇതേപോലെ തീവ്രമായ ഇസ്ലാമിക ആശയങ്ങൾ താലിബാനിസം പ്രചരിപ്പിക്കുന്ന ആളുകൾ വന്നിട്ട് കണക്ക് പഠിപ്പിക്കുന്നു, ബയോളജി പഠിപ്പിക്കുന്നു. ഇത് ശരിയല്ല എന്നും, ഇത് പ്രത്യേകിച്ച് ഈ ഒരു റെഡ് ഫോർട്ട് അറ്റാക്കിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് ഈ പറയുന്ന വൈറ്റ് കോളർ ജിഹാദിസത്തിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണെന്ന് സംശയമുണ്ട്. അപ്പോൾ ഇത് അന്വേഷിക്കണമെന്നുള്ളൊരു വിസിൽ ബ്ലോയിങ് ആണ് നമ്മൾ നടത്തുന്നത്, ഒരു വാർണിംഗ്. അതിൽ നമ്മൾ ആ പോസ്റ്റിൽ തന്നെ നമ്മൾ ടാഗ് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന മുഖ്യമന്ത്രിനെ, അന്ന് പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയെ, അതുപോലെ PM ഓഫീസ്, ഇവരൊക്കെ ടാഗ്, കേരള പോലീസ്, ഇവരൊക്കെ ടാഗ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവർക്ക് ഈ നിയമത്തിൻ്റെ ഇത് അറിയാത്തതുകൊണ്ടാണ്. സത്യത്തിൽ നമുക്ക് അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു വിദ്വേഷം പ്രചരിപ്പിക്കണം എന്നുള്ളൊരു പോസ്റ്റാണ് ഞാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ പോലീസിനെ ടാഗ് ചെയ്തിട്ടല്ല ഞാൻ ഇടുക. ഇതുപോലും മനസ്സിലാക്കാനുള്ളൊരു സാധ്യത ഇല്ല. അത് ഈ മദ്രസയിൽ വരുന്നതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ളൊരു പിക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ആയിരുന്നു എന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരത് ഈ രീതിയിൽ കേസിന് പോയതുകൊണ്ട് ഞാനിപ്പോൾ അതൊരു ഫോർമലായിട്ടുള്ളൊരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യുകയാണ്.
നമ്മുടെ DGPക്കും ADGPക്കും ഒക്കെ അതിൻ്റെ ഇൻ്റലിജൻസിന് അവർക്കൊക്കെ അതിൻ്റെ ഫോർവേഡ് ചെയ്യുന്ന ഒരു പരാതിയായിട്ട് തന്നെ അത് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്ത് രീതിയിലുള്ള പരാതിയോ? ഇത് അന്വേഷിക്കണം. അതായത് ഈ അൽഫല യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അത് നാഷണൽ സെക്യൂരിറ്റിക്ക് ഒരു ത്രെട്ട് തന്നെയാണത്. നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ആശയത്തിൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടായിട്ട് മാറുന്ന ഒരു സംഭവമാണ് ഈ വൈറ്റ് കോളർ ജിഹാദ് എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിൽ ഇത് മീഡിയയിൽ വന്ന വാക്കാണ്, ഞാൻ കോയിൻ ചെയ്തൊന്നുമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കേരളത്തിലും എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ മറവിൽ ഇത്തരത്തിലുള്ള റാഡിക്കലൈസിങ് വ്യൂസ് ഇത് ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിന് പാകമാവുന്ന ഒരു രീതിയിൽ കാര്യങ്ങൾ കൊണ്ടു നടക്കുക. അപ്പോൾ ഒരു വശത്ത് മതം പറയുക, എന്നിട്ട് അപ്പുറത്ത് ഇതേ ആളുകൾ പോയിട്ട് ഇത് പഠിപ്പിക്കുക. ഇത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കുള്ള ലെജിറ്റിമസിയാണ് കൂടുന്നത്. ഇവർ പറയുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ ആ ഒരു നോർമലൈസേഷനാണ് സംഭവിക്കുക. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഭീകരവാദം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് എപ്പോഴും ബോംബ് പൊട്ടുന്നതും കത്തിക്കുത്തും മാത്രമേ വരുള്ളൂ. അത് മാത്രമല്ല ഭീകരവാദത്തിലേക്ക് എത്തിക്കാൻ പാകത്തിന് ആളുകളെ പരുവപ്പെടുത്തുന്നതും ഭീകരവാദ പ്രവർത്തനത്തിന് കൂട്ടു നിൽക്കുന്നതിന് തുല്യമാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മറകെട്ടി ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കതറിയാം താലിബാൻ ചെയ്യുന്നു, അത് താലിബാനിസമാണ് നമ്മൾ പറയും. പക്ഷേ ഇതേ കാര്യം ഈ അബ്ദുള്ള ബാസിൽ ചെയ്യുന്നു. അതല്ലെങ്കിൽ സ്ത്രീകൾ തട്ടമിട്ടാൽ മതി, ഹിജാബ് ചോയ്സ് ആണെന്നൊക്കെ ഇവർ പറയും. പക്ഷേ ഇതേ വേദിയിൽ വന്ന് നിന്ന് സംസാരിക്കുന്ന ഇവരുടെ ഗസ്റ്റായിട്ടുള്ള ആൾ പറയുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാം ഹിജാബ് ഒരു ചോയ്സ് അല്ല എന്ന് പറയാണ്. അപ്പോൾ മതവേദിയിൽ പോയിട്ട് ഹിജാബ് ചോയ്സ് അല്ല എന്ന് പറയും, എന്നിട്ട് പുറത്ത് വന്ന് നിന്നിട്ട് ഹിജാബ് ചോയ്സ് ആണ് എന്ന് പറയുന്ന ഒരു ഇരട്ടത്താപ്പും ഈ കാപട്യവും ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾ എക്സ്പോസ് ചെയ്യണ്ടേ? ഇതിപ്പോൾ നമ്മൾ ഈ ഇസ്ലാമിൻ്റെ ഭാഗത്തുനിന്ന് ഇതുണ്ടാകുമ്പോൾ ഇത് പറയുമ്പോൾ ഉടനെ വിദ്വേഷം എന്ന് പറയുക, മറ്റു മതത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ അത് നവോത്ഥാനം എന്നും പറയുക, അത് ശരിയല്ല. അപ്പോൾ നമ്മളതിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന കൂട്ടത്തിലായതുകൊണ്ട് നമുക്കെതിരെ കാലങ്ങളായിട്ട് അവർ ഇതേപോലെയുള്ള ഓരോ കേസും കൂട്ടുവാക്കായിട്ട് വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നെക്സ്റ്റ് ഒരു കേസ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിലിപ്പോൾ നമ്മളെ ജീവൻ പോണ കാര്യമൊന്നുമല്ല. പിന്നെ ഒരു സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ കൈവെട്ടും തലവെട്ടൊക്കെ മാറ്റി കേസും ശാപപ്രാർത്ഥനയൊക്കെ മാറ്റി വെച്ചു കേസിലേക്കൊക്കെ പോകാമെന്ന് പറയുന്നത് കുറച്ചും കൂടി യാഥാർത്ഥ്യബോധം അവർക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. പിന്നെ ഇത് അവരുടെ തന്നെ എന്താണ് അവരെന്നുള്ളത് കൂടുതൽ നാട്ടുകാർക്ക് മനസ്സിലാവാനുള്ളൊരു വഴിയായിട്ട് മാറുകയാണ്. സത്യത്തിൽ അവരാണിപ്പോൾ അവരുടെ നില കൂടുതൽ പരിങ്ങലിലാക്കിയിരിക്കുന്നത്. കാരണം ഇത് അവരെന്താണെന്ന് നാട്ടുകാർക്ക് ഇനി തിരിച്ചറിയാനുള്ള വഴി അവരായിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതിലിപ്പോൾ ഞാൻ ഡിഫമേഷൻ ഒന്നും നടത്തുന്നില്ല. കാരണം എന്താണ് സംഭവിച്ചതെന്ന് ആരന്വേഷിച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റും അവിടെ ഉണ്ട്. ഈ സാധനങ്ങൾ ഇനി മീഡിയയിൽ വരും, കൂടുതൽ ആളുകൾ അറിയും. എന്താണ് ഈ എൻട്രൻസ് കോച്ചിങ്ങിന് വന്ന് പഠിപ്പിക്കുന്ന അബ്ദുള്ള ബാസിൽ വന്നിരുന്ന് പറയുന്ന കാര്യങ്ങൾ എന്താണ്, ചന്ദ്രനെ പിളർത്തിയതൊക്കെ വിശ്വസിക്കുന്നു, സിബ് ഇടുമ്പോൾ ജിന്നു കൊടുക്കും സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആളുകളാണ് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിപ്പിക്കുന്നത്. ഇത് നാട്ടുകാരെ അറിയാൻ പോവാണ്. ഇത് സ്വന്തം കുഴി തോണ്ടുകയാണ് അവർ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. അതെ. ഇപ്പോൾ നമ്മളത് ചെയ്യുമ്പോൾ സാധാരണ ഇവിടുത്തെ DGPക്കും അതുപോലെ ഇൻ്റലിജൻസിൻ്റെ നേതൃത്വത്തിനും പിന്നെ NIA ഇവർക്കാണ് നമ്മൾ കൊടുക്കുക. ATSനും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ X&Y എന്ന സ്ഥാപനത്തിനെതിരെ നിയമ നടപടികളുമായി പോകുവാനാണ് ആരിഫ് ഹുസൈൻ്റെ തീരുമാനം. ഇതിന് മറവിൽ നടക്കുന്ന ദുരൂഹ ഇടപാടുകളും മറ്റ് പ്രചരണങ്ങളുമൊക്കെ തടയുക എന്ന ലക്ഷ്യമാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.